പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. 107-ാം സങ്കീർത്തനം 116-ാം സങ്കീർത്തനം പറയുന്നു, അതിൻ്റെ 7-ാമത്തെ വാക്യം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ആമേൻ. കരമുയർത്തി നമ്മളോട് തന്നെ പറഞ്ഞാൽ, എൻ്റെ മനമേ നീ സ്വസ്ഥമായിരിക്കും, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മളോട് തന്നെ പറയുക, കർത്താവ് നിനക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യും. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് അവൻ അത്ഭുതങ്ങളെ ചെയ്യും. അടുത്ത വാക്യം പറയുന്നത്, കർത്താവ് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിലെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. 12-ാമത്തെ വാക്യം പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും. ആമേൻ. 17-ാമത്തെ വാക്യം, ഞാൻ കർത്താവിന് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാണ്ട്, കർത്താവെ ഇന്നത്തെ ദിവസത്തിനായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങളെ അതിശയകരമായി നടത്തുന്നതിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദി. അപ്പാ, ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കാനായിലെ കല്യാണ വീട്ടിൽ അങ്ങ് ചെല്ലുമ്പോൾ ആ ഭവനത്തിൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തതുപോലെ, അവരുടെ നാണക്കേട് മാറ്റിയതുപോലെ, അവരുടെ ആവശ്യത്തിൽ ഇടപെട്ടതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവെ ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ആവശ്യം എന്താണോ അതിന്മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ശരീരത്തിൽ ആമേൻ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്ക് ശാരീരിക സൗഖ്യമുണ്ടാകട്ടെ. കുടുംബത്തിൽ ആമേൻ ആവശ്യങ്ങളുള്ളവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം, അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ നാമം ഇവരിലൂടെ മഹിമപ്പെടുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കർത്താവെ മുടി കണ്ടമാനം പൊഴിഞ്ഞു പോകുന്നു, അത് മുഖാന്തരം മാനസികമായി ഭയങ്കര ഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുടി കൊഴിച്ചിൽ നിൽക്കട്ടെ, ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. മുടി കൊഴിച്ചിൽ നിൽക്കട്ടെ, കർത്താവിൻ്റെ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. ആമേൻ. മാസങ്ങളായി ചുമ ആരംഭിച്ചിട്ടും നിൽക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ചുമയ്ക്ക് ശമനമുണ്ടാകട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ ഉപയോഗിക്കണം. വലിയൊരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഭൂമി മുഴുവനും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയട്ടെ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ഈ ഭൂമി നിറയുന്ന ദിവസങ്ങളാകിയാൽ സ്തോത്രം. കർത്താവ് ഇന്ന് വൈകിട്ട് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യണമേ. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് ഇന്ത്യൻ സമയം നമുക്ക് 9:30 സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നിങ്ങളെല്ലാവരും പങ്കെടുത്താൽ പോരാ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. ആമേൻ. എല്ലാവരും ആ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിപ്പാൻ, സാന്നിധ്യം അനുഭവിപ്പാൻ ഇടവരും. നിങ്ങൾ വിളിക്കുക, അവരെ കൂടെ ജോയിൻ ചെയ്യാൻ പറയുക, പ്രാർത്ഥിക്കുക. നമുക്കൊരു വാക്യം പ്രാർത്ഥിക്കുക. കർത്താവേ, കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിനെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്നും ഞങ്ങൾ ആഗ്രഹത്തോടെ ആവേശത്തോടെ
അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരിക. കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം. അങ്ങ് കൂട്ടി വരുത്തുന്ന ജനത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമത്തെ മഹിമപ്പെടുത്തുന്നതിന് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് ഇന്ന് നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം നമുക്ക് വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നല്ലോ. അതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത. കർത്താവ് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കുന്നത് ആരും ചിന്തിക്കാത്തതായിരിക്കും. ആരും പ്രവർത്തിക്കാത്ത വിധത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരും ചെയ്യാത്ത കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമത്തിൽ മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ജനം മിസ്രൈമിൽ നിന്ന് പുറത്തിറങ്ങി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരെങ്കിലും ചിന്തിച്ചോ ആകാശത്തു നിന്ന് മന്ന പൊഴിഞ്ഞു വീഴുമെന്ന്? ആരും ചിന്തിച്ചില്ല. ആരും ചിന്തിക്കാത്ത വിധത്തിൽ അവർക്ക് മന്ന കൊടുത്ത് അവരെ പോറ്റി പുലർത്തി. ഇപ്പം നമ്മൾ ചിന്തിച്ചില്ലേ, നമ്മൾ ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതായത് വെള്ളത്തെ വീഞ്ഞാക്കി. ആരെങ്കിലും ചിന്തിച്ചോ വെള്ളം വീഞ്ഞാക്കി കൊടുക്കുമെന്ന്? ഇതാണ് കർത്താവ് ചെയ്യുന്നത്. ആരും ചിന്തിക്കാത്തതും, ആരും ഇതുവരെ കേൾക്കാത്തതും, ആരും ഇതുവരെ പറയാത്തതും, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നിട്ട് പറയുക, എന്നെഴുതിയിരിക്കുന്നത് പോലെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദൈവവൈതനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്ത് ചെയ്യുന്നു അത് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരും. കരമുയർത്തി സ്തോത്രം പറഞ്ഞ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് സകലത്തെയും, ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായും. അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയാൻ മേലാത്തവരെ പോലെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ വരുവാനുള്ളതും സംഭവിപ്പാനുള്ളതും ദൈവം ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെ ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് ഈ സന്ദേശം പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയുമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ എന്താണ്? ഞങ്ങളുടെ ദേശത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? നിശ്ചയമായിട്ടും ദൈവം ഇത് നമുക്ക് വെളിപ്പെടുത്തി തരും. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് ഒരു സ്വപ്നം കണ്ടു. രാജാവ് കണ്ട സ്വപ്നം രാജാവിനെ വല്ലാതെ അലട്ടിക്കഴിഞ്ഞു, ഭയമുണ്ടാക്കുന്നു. പക്ഷേ രാജാവ് സ്വപ്നം മറന്നുപോയി. രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള മന്ത്രവാദികളെയും ശകുനവാദികളെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സ്വപ്നം എന്തെന്ന് പറയുകയും എനിക്കത് വ്യാഖ്യാനിച്ചു തരികയും ചെയ്യണം. ഉടനെ അവർ നോക്കിയപ്പോൾ അത് നടക്കത്തില്ല. അവർ പറഞ്ഞു, ഒരു രാജാക്കന്മാരും ചോദിക്കാത്ത കാര്യമാണ് താങ്കൾ ചോദിക്കും. നിങ്ങൾ സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞു. ഉടനെ രാജാവ് പറഞ്ഞില്ല, നിങ്ങളത് സമയം കളയാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അവസാനം രാജാവിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എല്ലാവരെയും തകർത്ത് കളയും, അല്ലെങ്കിൽ മന്ത്രവാദികളെയും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവരെ എല്ലാവരെയും നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ദാനിയേലും കൂട്ടരും പറഞ്ഞു, എന്താണ് പ്രശ്നം? ഉടനെ പറഞ്ഞു, ഇങ്ങനെ രാജാവ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. രാജാവ് സ്വപ്നം കണ്ടു, ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആളില്ല, സ്വപ്നം രാജാവ് മറന്നുപോയി. ഉടനെ ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് അല്പം സമയം തരിക. ദാനിയേലും കൂട്ടുകാരും കൊണ്ടിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദാനിയേലിന് സ്വപ്നം കാണിച്ചു കൊടുക്കുകയും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം വായിച്ചാൽ മതി. 1 മുതൽ 19, 20, 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്തൊന്നും നമുക്കെന്താ മനസ്സിലായി? ദാനിയേലിനെ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ആളിൻ്റെ വിഷയം എന്തെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും ആ ആളിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ആലോചന ഇതാണ്. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഹയർ റിലത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ഹയർ റിലം, മന്ത് ഓഫ് ഹയർ റിലമാണ്. അതായത് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വരുവാനുള്ളത് കാണിച്ചു തരും, പറയാനുള്ളത് പറഞ്ഞു തരും, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവിക ആലോചനകളെ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, എന്നാൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് കാര്യങ്ങളെ കാണിച്ചു തരണം, എനിക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി തരണം, കർത്താവേ എന്നോട് സംസാരിക്കണം, എനിക്ക് വെളിപ്പെടുത്തി തരണം. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ, കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതികൾ, ബിസിനസ്സിൽ ഞാൻ അടുത്ത ചുവടെന്താ വെക്കേണ്ടത്,
അമേൻ അമേൻ. ദേശത്തെന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ കർത്താവ് നമുക്ക് എന്ത് ചെയ്തും പറഞ്ഞു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ, തെറ്റുകളിൽ ചെന്ന് ചാടാതെ, പിന്നീട് ഇരുന്ന് ദുഃഖിക്കുവാൻ ഇടവരാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേട്ട കുഞ്ഞുങ്ങളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയമായത് കാണുവാൻ, അറിയുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം. എന്നോട് ചേർന്ന് പറ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരു വാക്കൂടെ പറയാം. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.